ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ലൈനിങ് ചൂരിദാറിൻ്റെ നെക്കും അതുപോലെ തന്നെ ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമനുസരിച്ചുള്ള അളവിൽ നമുക്ക് ഈ ഒരു കഴുത്ത് നമ്മുടെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതൊരു ഓപ്പൺ വരുന്ന താവിൽ ഓപ്പൺ വരുന്ന കഴുത്തിന് ശേഷം ഓപ്പൺ വരുന്ന രീതിയിലുള്ള നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇവിടെ മുകൾ ഭാഗത്തുണ്ട്, ഇവിടെ നമ്മൾ കറക്റ്റ് തുണി കട്ട് ചെയ്തെടുക്കുന്നു, ക്യാൻവാസിന് കറക്റ്റായി കട്ട് ചെയ്തെടുക്കുന്നു. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും നമ്മൾ അല്പം തുണി ഇവിടെ മടക്കി തയ്ക്കുവാൻ വേണ്ട തുണി എക്സ്ട്രാ കൊടുത്തിട്ട് ബാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇവിടെ നമുക്ക് ആ റൗണ്ട് ഷേപ്പ് ഒന്ന് കറക്റ്റ് കിട്ടുവാൻ വേണ്ടി ഇവിടെ നല്ലവണ്ണം ഒന്ന് കട്ടിങ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു സൈഡ് ഭാഗത്തുള്ള എക്സ്ട്രാ പീസിന് ഇതുപോലെ മടക്കി സ്റ്റിച്ചിങ് ചെയ്യുന്നു. കണ്ടോ, ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതുപോലെയുള്ള കട്ടിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തുണി നല്ലവണ്ണം കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. നമ്മുടെ ഈ ഒരു ഭാഗവും കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ നെക്കിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം നമ്മളിവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മുടെ ലൈനിങ് പീസാണിത് കണ്ടോ. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസിനെ ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക കണ്ടോ. നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ ഭാഗത്തുള്ള നമ്മുടെ നെക്കിൻ്റെ കണ്ടോ ഇവിടെ നമ്മുടെ സെൻറ്റർ പീസ് കണ്ടോ, സെൻറ്റർ ഭാഗം നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നെക്കിനെ ഇവിടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും കറക്റ്റ് ചെയ്തുകൊണ്ട് വെക്കുക കണ്ടോ. ഇതുപോലെ വെക്കുന്നു. നിങ്ങൾക്ക് ഇവിടുന്ന് തുണി തെന്നിമാറി പോകാതിരിക്കുവാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പിൻ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റിച്ച് ലോങ് സ്റ്റിച്ച് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ ആ ഒരു ക്യാൻവാസിൽ സ്റ്റിച്ച് തട്ടാത്ത രീതിയിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കണ്ടോ. ഇതുപോലെ താഴോട്ടേക്ക് നമുക്ക് ഇത് സ്റ്റിച്ചിങ് ചെയ്യുന്നു. നമ്മൾ ഏത് രീതിയിലാണോ നമ്മുടെ കഴുത്തിന് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ളത് അതേ രീതിയിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഈ ഒരു ഭാഗവും ഇതുപോലെ തന്നെ നമ്മുടെ ക്യാൻവാസിന് ടച്ച് ചെയ്യാതെ ഇതുപോലെ കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മളിവിടെ മുകളിലുള്ള നമ്മുടെ ഈ ലൈനിങ് പീസിനെയൊക്കെ നമുക്കിതുപോലെ കറക്റ്റ് ചെയ്യുക കേട്ടോ. ഇതെപ്പോഴും നമ്മളിവിടെ മുകൾ ഭാഗം കറക്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ടോ ഒരു 1/4 ഇഞ്ച് തുന്നി മാത്രം വെച്ചുകൊണ്ട് ബാക്കി പീസുകൾ നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇതുപോലെ താഴോട്ടേക്ക് കണ്ടോ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. നേരെ സെൻറ്ററിൽ കൂടി ഒരു പോയിൻ്റ് വീതിയിലാണ് ഇവിടെ ഉള്ളത്. കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ നമ്മളൊരു കറക്റ്റ് 2 വശത്തേക്കും കട്ടിങ് കൊടുക്കുന്നു കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്യുന്നു കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് ഇനി നമ്മൾ ഇവിടെ ഈ നമ്മുടെ റൗണ്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലൊരു കട്ടിങ് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു റൗണ്ട് ഭാഗം നമുക്ക് പ്രസ് ചെയ്ത് കിട്ടുകയുള്ളൂ കണ്ടോ. ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിനെ നമ്മൾ ഇവിടെ നിന്ന് മറിച്ചിടുകയാണ് കണ്ടോ. ഉൾവശത്തേക്ക് ഇതുപോലെ മറിച്ച് കൊടുക്കുക കണ്ടോ. ഇതുപോലെ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഡിസൈൻ ഉണ്ടോ നല്ല കറക്റ്റായിട്ട് വന്ന് നിന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഓപ്പൺ ഭാഗത്ത് ഒന്ന് കവർ ചെയ്യുവാൻ വേണ്ടി ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മൾ 2 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പീസിൻ്റെ ഒരു ഭാഗം മുകൾ ഭാഗമാണിത്. ഇവിടെ നമ്മൾ ഇതുപോലെ ഉൾവശത്തേക്ക് 1 ഇഞ്ച് മടക്കി കൊടുക്കുന്നു. നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുകയും ചെയ്യാവുന്നതാണ്. ഞാൻ നമ്മളിവിടെ അത് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതുപോലെ കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ ഈ ഒരു നെക്കിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു. ഇതുപോലെ കണ്ടോ ഈ ഒരു സൈഡിൽ കൂടി താഴോട്ടേക്ക് ഈ ഒരു ഓപ്പൺ വരുന്ന ഈ ഒരു ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യണം കണ്ടോ. ഈ ഒരു സൈഡ് നമ്മൾ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു മടക്കി തയ്ച്ചിട്ടുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് എവിടെയാണോ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഇറക്കം നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു ഭാഗം വരെ ഇതുപോലെ വെച്ചുകൊണ്ട് ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് തയ്ച്ചെടുക്കുന്നു
കണ്ടോ, ഇവിടെ നിർത്തുന്നു. ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊണ്ട് ബാക്കി ഭാഗം നമുക്ക് ഇതുപോലെ നമുക്ക് കവർ ചെയ്യാനുള്ള രീതിയിൽ വെക്കുക. കണ്ടോ, ഇവിടെ വരെ മാത്രമാണ് നമ്മൾ ആ ഒരു പീസ് വെക്കുന്നത്. നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ, നമുക്കിത് റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് ഹൂക്കൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസൈൻ ബട്ടണൊക്കെ ചെയ്ത് ഇവിടെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, ഈ ഒരു ഭാഗം. ഇനി നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്തുള്ള ഭാഗം നമുക്ക് ലൈനിങ് പീസ് സ്റ്റിച്ച് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു എക്സ്ട്രാ ഭാഗം ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഒരു കണ്ടോ, ഈ ഒരു ക്യാൻവാസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു പീസിനെ നമ്മുടെ ലൈനിങ് പീസിൽ ടച്ച് ചെയ്തുകൊണ്ട് കണ്ടോ ഇതുപോലെ പ്രസ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നു. നമ്മുടെ ലൈനിങ് പീസിൽ മാത്രമാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത്. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെ മുകൾ ഭാഗത്തേക്കും കണ്ടോ, നമ്മുടെ മുകളിലുള്ള പീസിൽ ടച്ച് ചെയ്യാതെ ലൈനിങ് പീസിൽ മാത്രമാണിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഷോൾഡർ ഭാഗത്തും അതുപോലെ നമ്മുടെ റഗാൾ ഭാഗവും സൈഡ് ഭാഗങ്ങളൊക്കെ നമ്മുടെ ലൈനിങ് പീസും ചൂരിദാറിൻ്റെ പീസും തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്യുകയാണ്. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റിച്ചിങ് സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ചിങ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയൂ. ഇവിടെ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല. ഇതുപോലെ താഴോട്ടേക്ക് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ലൈനിങ് പീസ് എവിടെയാണുള്ളത് ആ ഒരു ഭാഗം വരെ, എവിടെ വരെയാണുള്ളത് ആ ഒരു ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി അതുപോലെ നമ്മുടെ രണ്ടാമത്തെ ഭാഗവും നമ്മൾ ഇതുപോലെ മുകളിലോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഈ റഗാൾ ഭാഗവും ഇതുപോലെ കറക്റ്റ് നമ്മുടെ ലൈനിങ് പീസും ഈ ഒരു ബോഡി പാർട്ടും വലിഞ്ഞു പോകാതെ കറക്റ്റായി വെച്ചുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഈ ലൈനിങ് പീസും ഈ ഒരു ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്ത് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ ലൈനിങ്ങിൻ്റെ ഈ എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇത് നമ്മുടെ ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ടിൽ നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കവും വൈഡും നമ്മളിവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെ ഇതുപോലൊരു ലൈൻ കൂടി കൊടുക്കുന്നു. കണ്ടോ, എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാക്കിനെ ഇതുപോലെ നേരെ പകുതിയായി വീണ്ടും ഇതുപോലെ മടക്കിയെടുക്കുക. കറക്റ്റ് നമ്മുടെ പോയിൻ്റൊക്കെ കറക്റ്റ് വെച്ചുകൊണ്ട് ഇവിടെ നല്ലവണ്ണം ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ രണ്ടാമത്തെ ഭാഗത്തേക്കും ആ ഒരു കണ്ടോ കറക്റ്റ് അളവിൽ നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടും. കണ്ടോ, ഇതുപോലെ റൗണ്ട് ഈ ഒരു ഭാഗത്തും കിട്ടുന്നുണ്ടോ, ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ലൈനിങ് പീസ് എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാക്ക് പീസിൻ്റെ ഇതുപോലെ എടുക്കുന്നു. കണ്ടോ, എന്നിട്ട് നമ്മൾ ഉൾഭാഗം നമുക്ക് മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുക. കണ്ടോ, നമ്മുടെ ആ ഒരു ചോക്ക് മാർക്ക് ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും തുണിയുടെ ഉൾവശത്താണ് മാർക്കിങ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുക. ഉൾവശത്ത് മാത്രമേ നിങ്ങൾ മാർക്കിംഗ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടോ, എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന ഈ ഒരു തുണി കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അളവ് കറക്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന എക്സ്ട്രാ ലൈനിങ് പീസിനെ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ വെക്കുന്നു. നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം കണ്ടോ, ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഇതുപോലെ ടച്ച് ചെയ്ത് വെക്കുക. കണ്ടോ, നല്ല വശവും ടച്ച് ചെയ്ത് വെക്കുന്നു. ഇതുപോലെ നെക്കിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ലൈനിങ് പീസിനെ ഇതുപോലെ നമ്മുടെ റഗാളിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ മറിച്ചിടുക. എന്നിട്ട് നമ്മൾ ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഒരു 1/2 ഇഞ്ച് വീതി നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ കണ്ടോ, നമ്മുടെ ആ ഒരു നല്ല വശവും ഇതുപോലെ നെക്ക് ഭാഗത്ത് ടച്ച് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു പീസിനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ തുന്നത്തുണി
ഇവിടെ എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ ഉൾവശത്തേക്ക് കറക്റ്റ് കവർ ചെയ്ത് കിട്ടും. അതുപോലെ ചെയ്താൽ ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ മറിച്ചിടുന്നു. കണ്ടോ, ഇതുപോലെ മറിച്ചിടുക. അപ്പം നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ, നമുക്ക് ആ കഴുത്തിന് നമുക്ക് കട്ടിംഗ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി റൗണ്ടോടുകൂടി വന്ന് നിൽക്കുന്നത് കണ്ടോ, സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ കിട്ടും. അതുപോലെ ഇനി നമ്മൾ ഇതുപോലെ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ആദ്യ ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ നമ്മുടെ റഗാൾ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കണ്ടോ, ഇവിടെ നമുക്ക് ബാക്ക് പീസിൻ്റെ മുകളിലാണ് സ്റ്റിച്ചിങ് വരിക. ഇവിടെ ബാക്ക് പീസിലാണ് സ്റ്റിച്ചിങ് വരിക. ഇവിടെ നമ്മൾ സൈഡിൽ കൂടി കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ ഈ കഴുത്ത് ഭാഗത്ത് നിങ്ങൾക്ക് സൈഡിൽ കൂടിയോ അതല്ലെങ്കിൽ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിലോ നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് കഴുത്ത് ഭാഗം സ്റ്റിച്ച് ചെയ്യാറ്. എന്നാൽ ഈ ഒരു ഷോൾഡർ ഭാഗം നമ്മൾ ഇതുപോലെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ നമ്മൾ റഗാൾ കണ്ടോ, നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ റഗാളും സൈഡ് ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു നെക്കും അതുപോലെ തന്നെ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ഒരു ഭാഗങ്ങൾക്കുള്ള എക്സ്ട്രാ പീസുകളൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ, ലൈനിങ് പീസ് നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. ലൈനിങ് പീസിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇവിടെ ഉൾവശത്ത് കണ്ടോ നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.